പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദവി എന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ഒരു ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. മറ്റന്നാൾ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. സർവകക്ഷി യോഗത്തിൽ ഏതെല്ലാം വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്? ബജറ്റിൽ എത്രത്തോളം പ്രതീക്ഷ പുലർത്താം? പാർലമെന്റ് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കാൻ ഇരിക്കെയാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. രാജ്യത്തെയും ജനങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഈ യോഗത്തിൽ ഉന്നയിച്ചു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ, നീറ്റ് പ്രതിസന്ധി അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചത്. പാർലമെന്റ് നടത്തിപ്പ് സുഗമമായി വേണം എന്ന ആവശ്യം സർക്കാരിന് ഇല്ല എന്ന് RJD കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിനും അതോടൊപ്പം തന്നെ ബീഹാറിനും പ്രത്യേക പദവി വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. JDU, YSR കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതേസമയം TDP ഈ വിഷയത്തിൽ മൗനം പാലിച്ച് ശ്രദ്ധേയമായി. കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ JP നദ്ദ, അർജുൻ റാം മേഘ്വാൾ, കിരൺ റിജ്ജു എന്നിവരാണ് യോഗത്തിന് എത്തിയത്. സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം സഭയുടെ സുഗമമായ നടത്തിപ്പിന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തരുത് എന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന നിലപാട് സർക്കാർ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷത്തെ പ്രതികരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ജയറാം രമേശ്, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, ഗൗരവ് ഗൊഗോയ്, പ്രമോദ് തിവാരി തുടങ്ങിയ നേതാക്കളാണ് പങ്കെടുത്തത്. CPMന്റെ ഭാഗത്ത് നിന്ന് ജോൺ ബ്രിട്ടാസ് പങ്കെടുത്തു. CPI പ്രതികരിച്ചുകൊണ്ട് സന്തോഷ് കുമാറാണ് പങ്കെടുത്തത്. മുസ്ലിം ലീഗിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ, RSP നിന്ന് NK പ്രേമചന്ദ്രൻ, അതോടൊപ്പം തന്നെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് വിഭാഗത്തെയും പ്രതികരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ യോഗത്തിനെത്തി. മറ്റന്നാളാണ് മോദി സർക്കാരിൻ്റെ, അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെയും അതോടൊപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ 7ാമത്തെയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ ഏറെ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുണ്ടായ പശ്ചാത്തലത്തിൽ ജനകീയമായ പല പദ്ധതികളും ഈ ബജറ്റിൽ ഇടം പിടിക്കും എന്നാണ് സൂചന. ശരി, നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.